എന്താണിത്? ബൗളൊക്കെ ആയിട്ട് ഇതിലുള്ള ഈ ബൗളില് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ തുറന്നു ഇത് തുറന്ന് വായിച്ചിട്ട് ആരാണ് ആദ്യം എടുക്കണം? ഷൈൻ തന്നെ എടുക്കണം. ഓക്കെ, എടുത്തിട്ട് അതിനുള്ള ഉത്തരം പറയണം. വായിച്ചോ, ഫ്ലെയിം വായിച്ചോ. വായിക്കൂ. മലയാളം വായിക്കാം. ഇംഗ്ലീഷാ? ഓ മൈ ഗോഡ്. ഓ മൈ ഗോഡ് പറയണം. അല്ല, ജീവിതത്തിൽ ആദ്യം കിട്ടിയ അടിയെ കുറിച്ച് സംസാരിക്കും. ആദ്യം കിട്ടിയ ഐഡിയ സ്ലാപ്പ്. എനിക്ക് ഓർമ്മയില്ല. ലാസ്റ്റ് സ്ലാപ്പ് ഓർമ്മ. ലാസ്റ്റ് സ്ലാപ്പ് ലാസ്റ്റ് സ്ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി. ലാസ്റ്റ് സ്ലാപ്പ് തനുവാണല്ലേ. തനുവിന്റെ ഏതെങ്കിലും അടി കിട്ടുള്ളൂ. തനുവിനെ കുറിച്ച് 2 വാക്ക് പറയാം. തനുവിനെ കുറിച്ച് 2 വാക്ക്. തനു 2 വാക്കായില്ല, 1 വാക്കായുള്ളൂ. നൂജ, അതും 1 വാക്ക്. അഷ്കർ അലി. തനുജ അഷ്കറിന്റെ ഫുൾ നെയിം തനുജ ഒരു പെൺകുട്ടിയാണ്. How did you meet her? I met her from Earth. ഇതൊന്നും വിട്ടു പറയൂല. Oh, first bad sex experience. First bad experience. അതായിക്കൂടെ From the film. അങ്ങ് അതിലെഴുതില്ലടോ. കാരണം വെച്ചാല് ഇത് ഇടാൻ കാരണം എന്ന് വെച്ചാല് എല്ലാ സ്ഥലത്തും ഫീമെയിൽസിന്റെ പ്രോബ്ലംസ് ആണ് എടുത്തു പറയാറ്, മെയിൽസിന്റെ പറയാറില്ല. സോ ലൈക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടേ ഇല്ല. എന്തെങ്കിലും മീറ്റ് എക്സ്പീരിയൻസസ് ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മളോട് ഒരു അല്ല, ഫിലിം ഇൻഡസ്ട്രി എന്നല്ല, ലൈക്ക് ഔട്ട്സൈഡ്. എനിവേ ബാഡ് ഫോർ മീ. അഡ്വാൻറ്റേജ്. ലൈക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ല ആൺകുട്ടി എന്നെ പെൺകുട്ടി മോശമായി പെരുമാറിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അവർക്കത് മോശമായില്ലേ? പക്ഷെ അല്ല, ഉണ്ട് അവർക്കത് വളരെ കൂടുതൽ നമ്മളായിരിക്കും പറയുന്നല്ലേ. പക്ഷെ ആൺകുട്ടികൾക്ക് ഹാറാസ്മെന്റ് കൂടുതൽ പെൺകുട്ടികളെക്കാൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. So you don't have any such experience? No. Okay, cool. Next. Illuminati. Oh, first love. First love is not love. എനിക്ക് ഇതുവരെ ലവ് ഉണ്ടായിട്ടില്ല. ആദ്യ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണോ പ്രണയം? ലവ് is means സ്നേഹം. പ്രണയം is what? Romance. So what do you mean by first love? ആദ്യമായിട്ട് പ്രണയിച്ച ആളെ കുറിച്ച്. ഫസ്റ്റ് റൊമാൻസ് എന്നല്ലേ വേണ്ടത്? ഫസ്റ്റ് റൊമാൻസ്. ഫസ്റ്റ് ലവ് എന്നാലിരിക്കുന്നത്. ലവും റൊമാൻസും നമ്മൾ നാട്ടിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാധനം ഉണ്ടാ. പ്രണയം. ലവ് മീൻസ് സ്നേഹം അല്ലേ? പ്രണയത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ? സ്നേഹത്തിന്റെ ഡിഫറൻസ് ഉണ്ടാ? പ്രണയം സ്നേഹം ഒരിക്കലും പ്രണയമല്ല. അല്ല, ലവ് എന്ന് പറയുമ്പോ സ്വന്തം അമ്മേനോടുള്ള ലവ് മീൻസ് എല്ലാവരോടും ഒരേപോലെ ഉണ്ടാവുള്ളൂ. പ്രണയം പക്ഷെ ഒരാളോട് ദാറ്റ് ഇസ് വെരി സെൽഫിഷ് അല്ലേ? നിങ്ങൾ വേറെ ഞാൻ വേറെ സംസാരിക്കും, നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ ലോകം അല്ലേ? അതല്ല പ്രണയം. അത് സ്നേഹമല്ല. ആണോ? അല്ലേ? അതുകൊണ്ട് പ്രണയിക്കരുത്, സ്നേഹിച്ച മാത്രം. നെക്സ്റ്റ് ഇല്ലുമിനാറ്റി. ഫസ്റ്റ് ലവിനെ കുറിച്ചല്ലേ പറയണ്ടേ? ഫസ്റ്റ് പ്രണയം മീൻസ് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത്. എനിക്ക് 3ാം ക്ലാസ് തോന്നിയിട്ടുണ്ട്. കാര്യത്തിൽ പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതായത് ബോറടിയാണെന്ന് പറയാറൊന്നുമില്ല. ഇഷ്ടം. ഫസ്റ്റ് കേസ് മീൻസ് ലിപ് ലോക്ക് ആണോ ഉദ്ദേശിച്ചത്? ജസ്റ്റ് കിസ് ആണോ? ലിപ് ലോക്ക് ആണോ? ലിപ് ലോക്ക് ഫസ്റ്റ് ഐ ഡിഡ് വിത്ത് I don't remember actually. പേര് പറയാൻ പറ്റില്ല. പേര് പറയാൻ നിർബന്ധമൊന്നുമില്ല. First lip lock happened. ഏജ് പറഞ്ഞാൽ മതി. Age is 22. ഫസ്റ്റ് ലിപ് ലോക്ക് ചെയ്തിട്ടുള്ള മൂവി. ലിപ് ലോക്ക് ചെയ്ത മൂവി പ്രണയം. കാറ്റത്തൊരു പായക്കപ്പൻ. കണ്ടോ? ആരും കണ്ടില്ലേ? കാണിക്കണോ? വീഡിയോയിലാണോ നേരിട്ടാണോ? വീഡിയോയിൽ അണക്കരണ പറയുന്നത്. എന്തായാലും അണക്കിനകത്ത് ഈ വേണ്ടതിന് പറയുള്ളൂ എപ്പോഴും. ചൊറിഞ്ഞെന്ത്?
ഉണ്ടാവണ ലിപ്ലോക്ക് ആരെങ്കിലും വഴി മൂവിയുടെ പേരെന്താ പറഞ്ഞ? ലിപ്ലോക്ക് ഓഫ് ഷൈൻ. അങ്ങനെ നമ്മുടെ നാട്ടിലെ നായകന്മാർക്ക് മാത്രം അങ്ങനെ ഹോട്ട് സീൻസ് ഒന്നും ഇല്ലാത്ത. ബോളിവുഡിലൊക്കെ ഹോട്ട് സീൻസ് ഓഫ് ഇല്ലേ? ഉണ്ടാവും. യൂട്യൂബ് ലിങ്ക് ആണ് കാണാലോ ചെയ്തതിന് വർത്തക്കും. ഞാൻ നോണ പറയാൻ നോക്കളെ. ഇത് സ്ക്രീനിൽ ഇതിലൊരു സെറ്റ് കണക്റ്റഡ് അല്ല ആക്ച്വലി. ഈ കിസിന്റെ സൗണ്ട് കേൾക്കുമ്പോ കിസ് കണ്ടാ മതിയില്ലേ? സൗണ്ട് ഇല്ല. കിസുകൾ വേഗം ഞാൻ പറഞ്ഞല്ലോ ഓർഡർ. എന്താ എന്താ ഇങ്ങോട്ട് നോക്കി കുട്ടി, കുട്ടി ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് നോക്കൂടോ. ഞാൻ പറയുന്നത് കേൾക്കാം. പെട്ടെന്ന് നോക്കണം ഞാൻ വിചാരിച്ചില്ല. എന്താ പ്രശ്നം? അല്ല അങ്ങനൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. പറ താനില്ല ഞാൻ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അല്ല മോശമായിട്ടാണോ സംസാരിക്കണ്ടേ? എന്താണ് ശരിക്കും? അല്ല ഞാൻ ജസ്റ്റ് കൈ ഒന്ന് കവിളിൽ തോന്നാൻ വേണ്ടിട്ട് കവിളോട്ടിട്ട് ചുണ്ട് അവിടെ ശ്വാസം നോക്കാൻ വേണ്ടി. ലിപ്പടിക്കണോ? എന്തൊക്കെ കലാശം ഒന്നും ജസ്റ്റ് ഭയങ്കര ഡിലേ മതി. ശരിക്കും മ്യൂസിക്കൊക്കെ ഇട്ട് മ്യൂസിക്കില്ല. അതാണ് ലോക്ക് ചെയ്യണോ? അമ്മ ചീത്ത പറയും. അമ്മയുടെ മുന്നിൽ കണ്ട അമ്മ ചീത്ത പറയും. കേട്ടാ ഒരു 1.5 മിനിറ്റുള്ള ലിപ്ലോക്ക് ഉണ്ടാവോ? ഒന്നും പറ്റില്ല. പിന്നെ ലോക്ക് കമാൺ കമാൺ ലിപ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ ശരിയല്ലേ? പിന്നെ ഒക്കെ ക്യാമറ ട്രിക്കാണ്. ചുണ്ടു തട്ടിയിലൊക്കെ ക്യാമറ ട്രിക്കാണ്. ഈ ലുമിനാറ്റി അപ്പൊ ഭക്ഷണമായില്ലേ? ഇതൊക്കെ പണ്ട് അങ്ങനെ പറയാം. ഇനി നെക്സ്റ്റ് ലുമിന കഴിഞ്ഞ പോയി 2 കൂടി ഉണ്ട്. ഫസ്റ്റ് കേസ് ഒക്കെ തന്നെയല്ലേ അറിയേണ്ടത്. ഫസ്റ്റ് ബാഡ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ബെഡ് എക്സ്പീരിയൻസ് വേണോ? ബൗള് വേണോ? ബൗള് ശരിക്കും കഴിഞ്ഞ എല്ലാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു കോട്ട് പറയാം. അത് ആരുടെ ആണെന്ന് ഷൈന അറിയാൻ നോക്കണേ. അതുപോലെ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷൈന പറയാം. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ മരണം. ആയതിനാൽ ഓരോ നിമിഷവും ആസ്വദിക്കുക. ശുഭദിനം. എല്ലാം കഴിഞ്ഞിട്ട് എന്താ ആസ്വദിക്കേണ്ട കാര്യമാണ്? ഇതിപ്പോ എന്താണ് ആസ്വദിക്കേണ്ട കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചത്? എല്ലാം കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിൽ ആസ്വദിക്കാൻ പറ്റാത്ത എന്താണ്? ഞാൻ ചോദിക്കട്ടെ, 40 വയസ്സായിട്ട് അമ്മയുടെ കുടിക്കാൻ പോയി കഴിഞ്ഞിരിക്കും. അമ്മയുടെ അതിനാണ് അടിയിട്ടില്ലേ? ഇല്ലേ ഇല്ലേ? കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ പ്രായങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ പ്രായങ്ങൾ ചെയ്യണം. മനസ്സിലായ? വാർദ്ധക്യത്തിൽ ചെയ്യേണ്ടതല്ല. അല്ല അതന്നെയാണ് പറഞ്ഞത്. ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലാണ് ആളുടെ വീഡിയോസ്. ആള് പറഞ്ഞ ഒരു മോട്ടിവേഷണൽ അവനെ ഇതിലും നല്ല ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്ന ലോകത്തിനെ ആള് പറഞ്ഞു. പക്ഷെ ആ കുട്ടീനെ ഭയങ്കരമായിട്ട് ഇരുന്ന് ട്രോളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ലൈക്ക് ആൾക്കാർ ട്രോളുന്നുണ്ട്. അപ്പൊ പക്ഷെ ഇപ്പൊ ആൾക്കാർ അംഗീകരിച്ചു. ആൾക്കാർക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷെയ്ൻ എന്തെങ്കിലും ഒരു കോട്ട് പറയാം. നമ്മൾ ഒരാൾ കള്ളു കുടിയനായിട്ടുള്ള ഒരാൾ മരിച്ചു എന്നിരിക്കുക, എന്താ പറയാ? കള്ളു കുടിച്ച് മരിച്ചതല്ലേ? ശരിക്കും കള്ളു കുടിച്ചത് കൊണ്ടാണോ മരിക്കുന്നത്? എന്തായാലും ഒരു ദിവസം മരിക്കും. ജനിച്ചത് കൊണ്ട് മാത്രമാണ് ഒരാൾ മരിക്കുന്നത്.
ആരും ആരെയും കുറ്റം പറയാതിരിക്കുക. ഷുഗർ കള്ളു കുടിച്ചുകൊണ്ടാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് കഴിച്ചുകൊണ്ടാണോ, അത് കഴിച്ചുകൊണ്ടാണോ മരിക്കുന്നത് എന്ന് കുറ്റം പറയാതിരിക്കുക. മനസ്സിലായ? നമ്മൾ മരിക്കുന്ന സമയത്ത് ലിവറും കിഡ്നിയൊക്കെ ഫുൾ പെർഫെക്റ്റ് ആയിട്ട് എന്താ കാര്യം? അയാൾ ചോദിച്ച പോലെ അയ്യോ എന്നെ കൊല്ലരുതേ, എന്നെ മരിക്കാൻ പറ്റില്ല, എന്റെ ലിവർ കിഡ്നി പോയിക്കില്ല, നാശമായിക്കില്ല എന്നൊക്കെ കാര്യമുണ്ടോ? അതുകൊണ്ട് നാശാക്കണമെന്നല്ല അതിന്റെ അർത്ഥം. ആരും കുറ്റം പറയാതിരിക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഷൈനിന് പറയാനുള്ളത് ആരും ആരെയും കുറ്റം പറയാതിരിക്കുക. ശുഭദിനം. ശുഭദിനാണോ? ഒന്നുമില്ലല്ലോ ചോദിക്കാൻ. ചോദിക്കാണ്ട് എനിക്ക് ഷൈന്റെ ബാഗിൽ എന്താന്ന് കാണാം. ബാഗിൽ എന്താണ്? അതൊന്ന് തുറന്നിട്ട് എന്തൊക്കെയാണെന്ന് കാണിക്കോ? ഇത് ഇവിടെ വെക്കണല്ലോ. ബാഗിൽ ഒരുപാട് വാട്സ് ഇൻ മൈ ബാഗ് സെക്ഷൻ ഉണ്ടാവാറുണ്ട്. കൂടുതൽ കണ്ടിട്ടുള്ളത് ഷൈന്റെ കാണാം. ഷേവിംഗ് സെറ്റ് ഹോട്ടലിൽ അടിച്ചു മാറ്റിയ സാധനങ്ങളല്ലേ? ഹോട്ടലിൽ നിന്ന് അടിച്ചു മാറ്റിയല്ല, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നുള്ളത്. അടിച്ചു മാറ്റാൻ ഇവിടെ നിന്ന് ഉപയോഗിക്കാനല്ലേ, ബാഗിലിട്ട് കൊണ്ടെടുക്കാനല്ലോ. ബാഗ് നമുക്ക് ഉപയോഗിക്കാൻ, എനിക്ക് ഉപയോഗിക്കേണ്ട സാധനമല്ല. വേറെ എന്തൊക്കെയല്ലേ? പിന്നെന്താ ഉള്ളത്? സിഗരറ്റ് ഉണ്ട്. ഐ ലൈക്ക് ദാറ്റ്. പിന്നെ പെൻസിൽ ഉണ്ട്. പെൻസിൽ എന്തിനാ? ലൈൻ ഇടാൻ. തെറ്റിദ്ധരിക്കരുത് ഗൈസ്, തെറ്റിദ്ധരിക്കരുത്. അല്ല ഞാൻ പറഞ്ഞതാണ്. പിന്നെയുള്ള ഒരു ഇന്റർനാഷണൽ ലൈറ്റ്. ഓ ഇത് എവിടുന്ന് വാങ്ങിച്ചാ? ഇത് ദുബായിന്ന്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞത്. ഇന്ത്യക്കാർക്ക് പറയാലോ ഇന്റർനാഷണൽ ആണ്. ഇതെന്തത്? 6.5 പവന്റെ സ്വർണം. ഇതെന്തിനാണ് ഒരൊറ്റ ഇടലിന് ഇത്രയും വള ഇടാലോ? മടി. ആക്ച്വലി ഇത് എന്താണ് ഉദ്ദേശിച്ചത്? ഇത് കുറച്ച് ആർഭാടല്ലേ? അല്ല, അപ്പൊ ഇത് ആർഭാടല്ലേ? ഇത് വളരെ ആർഭാടാണ്. അപ്പൊ ഇത് ആർഭാടാണ്. ഇതാണ് ആദ്യം അംഗീകരിക്കില്ല. ഫ്ലെയിം നാട്ടാളുടെ പേര് പിന്നെ എന്തിനാ ഫ്ലെയിം ഒക്കെ ഇടുന്നത്? ശരിക്കും എന്താ ഫ്ലെയിം ഒക്കെ പേര് ഇട്ടിരിക്കണേ? ഫ്ലെയിം നല്ല ശരിക്കുള്ള പേര് ഫ്ലെയിമീന്നാണ്. അത് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്ലെയിമീന്നാണ് ശരിക്കുള്ള പേര്. തെറ്റി പോയിട്ടാ. കഴിഞ്ഞ ഇനി എന്തെങ്കിലും ഉണ്ട് ബാഗിൽ? ഒന്നുമില്ല. ഇങ്ങനെ എടുക്കുക. കഴിഞ്ഞ അത്രയുള്ളൂ. എല്ലാം നിങ്ങൾക്ക് ഉള്ളിൽ കുത്തി പറഞ്ഞു നോക്കണല്ലേ? ഇനി വേറെ എന്തെങ്കിലും പൊളിച്ചു നോക്കണോ? ഹൃദയം സെറ്റ്, പാട്ട് സെറ്റ്. ഈ ഡ്രസ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഡ്രസ് വേണോ? അല്ല, ഇത് എവിടുന്നാണ് വാങ്ങിയത്? ഇത് എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകൾ വാങ്ങി തന്നതാണ്. ഇത് നീ വാങ്ങിച്ചു കൊടുത്ത? അതെങ്ങനെ എനിക്കറിയാം. ഇതിന്റെ പൈസ ആരാ കൊടുത്തത്? ആരും കൊടുത്തിട്ടില്ല. ആരാ തന്നത് പൈസ? ഇത് വൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്, ദുബായിലെ കാശ് കൊടുക്കണ്ടോ? കാശ് ആരാ കൊടുക്കും? അവര് ഷെയ്നിന് വേണ്ടിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഏതാണ്? വൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വൈറ്റ് ലൈൻ WL ഇവിടെ UAE-ലെ നല്ലൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് വൈറ്റ് ലൈൻ ജെൻസ് വെയർ. അപ്പോ ഇതുപോലെ ഷർട്ട്സ്, നല്ല നല്ല ഷർട്ട്സ് സമീപിക്കുക. വൈറ്റ് ലൈൻ ജെൻസ് വെയർ ദുബായ്. അപ്പൊ ഷൈന് ലൈക്ക് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്റെ ഒരു സമ്മാനമുണ്ട്. അല്ല, എന്താ സമ്മാനത്തിന് കാര്യം? ഇതെല്ലാം താങ്ങിയെടുത്തു. എനിക്ക് മനസ്സിലായി. എനിക്ക് എന്നെ മനസ്സിലായില്ല. ആരാ വൈൻഡ് അപ്പ് ചെയ്യണപ്പോ? വൈൻഡ് അപ്പ് ചെയ്യാം നമുക്കപ്പോ. വൈൻഡ് അപ്പ്. Yeah, we are already done with interview session. കഴിഞ്ഞോ? അത്ര മതിയാ? ഫസ്റ്റ് ഇന്റർവ്യൂ ഓക്കെ ആണോ? Yes. എന്നാ അടുത്ത ഇന്റർവ്യൂ കാരണം മാറ്റട്ടെ. നമ്മള് ഡിന്നറിലേക്ക് പോവാണ്. ഡിന്നറിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രിങ്ക്സ് ഉണ്ട്. അന്ന് നമ്മുടെ പാർട്ടി ഇന്റർവ്യൂ ആയിരുന്നു ഷൈൻ്റെ കൂടെ. അത് അടിപൊളിയായിരുന്നു. എന്റെ 1300 ലക്കി ചാവാണ് 358ാമത്തെ ഇന്റർവ്യൂ അല്ലേ? കറക്റ്റ് അല്ലേ? 1358. അപ്പൊ അത് പറഞ്ഞാൽ എന്റെ 1358ാമത്തെ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ആണ് അത്. ഷൈന് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നതില് നമ്മള് നിങ്ങളല്ലേ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത്? അല്ല, അത് നിങ്ങൾ 58ാമത്തെ ഓപ്പർച്യൂണിറ്റി. 1380. എന്റെ 80 നമ്മൾ വ്യത്യാസം എന്താ? നിങ്ങൾ ആദ്യത്തെ ഇടക്കിടക്ക് പറയണമെന്നില്ല. ഗേസ് അല്ല,
ഷൈൻ്റെ ഒരു ലൈൻ ഇട്ടേ വേണ്ട അല്ല ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു ലൈൻ ഇട്ടേ ഗൈസ് ഗെയ്സ് ആണോ ഗൈസ് ചാനൽ ക്ഷമോ കുറച്ചും കൂടി ക്ഷമ ഒരു ലൈൻ കൂടി ഇട്ടേ അപ്പൊ 4 പേര് ഇടാം 1358ാമത്തെ ഇന്റർവ്യൂ ആണ് 88ാമത്തെയാണ് 58ാമത്തെയാണ് എത്രാമത്തെയോ 50ഉം 80ഉം നിങ്ങൾ വ്യത്യാസം അറിയോ 58 58 അല്ലേ 58 58 58 58 എന്ന് പറഞ്ഞാ 58 80 88 ആണാ കറക്റ്റാണോ ഉറപ്പിച്ചാ എന്ന് ഉറപ്പിച്ചാ എനിക്ക് വ്യക്തമായി ധാരണ കൗണ്ടാ എന്റെ കൗണ്ട് എനിക്കറിയില്ല ബ്ലഡിലെ കൗണ്ടാണോ ചോദിക്കണം അല്ല ഇന്റർവ്യൂവിന്റെ കൗണ്ട് 1358 ഓക്കെ 1358 ഓക്കെ 58 എന്നല്ലേ പറയാ 58 ഓക്കെ 1358 ഉറപ്പിച്ചിരിക്കുന്നു ഒരു തരം രണ്ട് തരം മൂന്ന് തരം ഇതിലടിയാ അപ്പൊ ഷൈൻ്റെ 1358ാമത്തെ ഇന്റർവ്യൂ അത് ഷൈൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റിയത് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ ആം ഓൾസോ വെരി ഗ്രേറ്റ്ഫുൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്ന ഷൈനോട് ഞാൻ താങ്ക് യു സോ മച്ച്. കത്തിക്കരുത് കത്തിക്കട്ടെ So do watch our channel and please subscribe. കീപ് സപ്പോർട്ടിങ് പിന്നെ എന്താണ് സബ്സ്ക്രൈബ് Bell button. പിന്നെ കുത്തി പൊട്ടിക്കുക Welcome. See you guys. Bye.